നമസ്കാരം. ഇവിടെ ചക്രകളെ പൊന്നുകളെ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് കാവയാ കുടിക്കുന്ന കേട്ടോ രാവിലെ. പൈസ കടം തരുന്നത് ഒരുപാട് പണമുള്ളത് കൊണ്ടല്ലട ചക്കരകളെ, മനസ്സുള്ളത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങളായി എടുക്കുന്നത് കൊണ്ടാണ്. അതാണല്ലോ മാനുഷികതയും മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മൾ ഈ കടം തരുന്ന പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ പിണങ്ങല്ലേടാ. എന്തിനാടാ പിണങ്ങണത്? ടെലിഫോൺ വിളിച്ചാൽ എടുക്കാണ്ടിരിക്കുക, മെസ്സേജ് അയച്ചാൽ മറുപടി തരാണ്ടിരിക്കുക, എന്ത് മോശപ്പെട്ട പ്രവർത്തനമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യത്തിൽ ആ പൈസ വാങ്ങാൻ വേണ്ടി വരുമ്പോൾ ആ സന്തോഷവും ചിരിയും എന്തു രസമാണ്. പക്ഷെ ചോദിക്കുമ്പോൾ എന്തിനാടാ മുഖം കേൾക്കുന്നത്? കൊടുക്കേണ്ടതല്ലേ. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ പൈസ തിരിച്ച് തരാത്തത് കയ്യിൽ വെച്ചുകൊണ്ടാണോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ. അത് മോശമായിട്ട് ഇനി അങ്ങനെ പറയല്ലേ ചക്കരകളെ. സ്നേഹമുള്ളതുകൊണ്ട് ഇഷ്ടമുള്ളതുകൊണ്ടും ഒക്കെയാണ് പറയണത്. പണ്ട് എവിടെ ഞാൻ വായിച്ചിട്ടുണ്ട്, കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കുന്നതിനേക്കാൾ വലിയ തെണ്ടലില്ല എന്ന്. സത്യം അത് കേട്ടോ, അല്ലേ? അതിനേക്കാൾ ഈ കടം കൊടുത്ത പൈസ ചോദിക്കുന്നതിനേക്കാൾ വലിയ നല്ല ജോലിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി തെണ്ടി ജീവിക്കുന്നതെന്നാണ് അതിനർത്ഥം. എന്തെങ്കിലും ആവട്ടെ. ഇനി മറ്റൊരു കാര്യം പറയട്ടെ. പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, അതായത് നേതൃനിരയിലിരിക്കുന്നവരോ സംഘടനയുടെ നേതൃനിരയിലിരിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ നീതി പുലർത്തണം കേട്ടോ. ആ പാർട്ടിയോടെങ്കിലും നീതി പുലർത്തണം. ആ താഴെയുള്ള അണികളോടൊക്കെ എന്ത് ചെയ്യണം? നീതി പുലർത്തണം. അല്ലെങ്കിൽ ആ പാർട്ടിക്കും അല്ലെങ്കിൽ ആ സംഘടനയ്ക്കൊക്കെ നാണക്കേടാണ്. ഇതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. നിങ്ങൾ കൈ വെച്ചുകൊണ്ട് ആ തരാത്തത് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നില്ലേ? മക്കൾക്ക് വേണ്ട ആഹാരങ്ങൾ, ഡ്രസ്സുകൾ, ഭാര്യയ്ക്ക് വേണ്ടത്, അച്ഛനമ്മമാർക്ക് വേണ്ടത് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതും എല്ലാം ഈ പ്രവാസ ലോകത്ത് നമ്മളൊക്കെ എല്ലാവരും ബുദ്ധിമുട്ടിലല്ലേ. പൊന്നുകളെ ഇനി പറയിക്കല്ലേ. മെസ്സേജ് ഇട്ടാൽ അതിന് മറുപടി താടാ. പൈസ തരാനുള്ളവർ അല്ലെങ്കിൽ കൊടുക്കാനുള്ളവരോടാണ് ഏറ്റവും കൂടുതൽ സഹകരിക്കേണ്ടത്. അതാണ് മര്യാദയും മാന്യതയൊക്കെ. ആരും കൊന്നുകളയത്തൊന്നുമില്ലല്ലോടാ. എന്തിനാ ഇങ്ങനെ ചെയ്യണത്? അതുകൊണ്ട് ഇനി ഈ മെസ്സേജ് അയച്ചാൽ മറുപടി അയക്കണേ ചക്കരകളെ. വിളിച്ചാൽ ടെലിഫോൺ എടുക്കണേ. ആ പൈസ കൊടുക്കാനുള്ളിടത്തൊക്കെ അങ്ങോട്ട് കൊടുത്ത് തീർക്ക്. അതൊക്കെ ബാധ്യതയായിട്ട് നിൽക്കരുത്. നമ്മുടെയൊക്കെ വളർന്നു വരുന്ന മക്കൾക്ക് അതൊരു പേരുദോഷമായി മാറും. കള്ളൻ്റെ മകൻ, തരികിടയുടെ മകൻ, അങ്ങനെയൊക്കെ പറയുന്നത് ചമ്മലല്ലേ. എന്നിട്ട് ഇത് കേൾക്കുമ്പോൾ എന്നെക്കുറിച്ചാന്ന് പറയാതൊരു ഒത്തിരി പേരുണ്ട് അങ്ങനെയുള്ളവർ. എല്ലാവരും ഒരേപോലെയാണ് കേട്ടോ പൈസയുടെ കാര്യത്തിൽ. കൊടുക്കുന്നവനും വാങ്ങുന്നവനും എല്ലാവരും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും കാര്യം പരിഹരിക്കണേ. ഓക്കെ, ബൈ.